ഏവർക്കും ഉബുണ്ടു ജാലത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ പ്ലസ്സിൽ എങ്ങനെയാണ് മാർക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ഗൂഗിൾ ക്രോമിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണ പ്ലസ്സിലേക്ക് പ്രവേശിക്കാം. ഇവിടെ സെലക്ട് യൂസർ എന്ന ഭാഗത്ത് ടീച്ചർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം യൂസർ നെയിം, പാസ്വേഡ് എന്നിവ നൽകുക. യൂസർ നെയിമും പാസ്വേഡും ലഭ്യമായിട്ടില്ല എങ്കിൽ HM ലോഗിനിൽ യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യുവാനും നിലവിൽ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ പ്രൈമറി ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. 5ാം ക്ലാസ്സിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും മുകളിൽ 3 ലൈൻസ് കാണാം. ഈ ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാർക്ക് എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ടൈം എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലാസ് നമ്മുടെ സ്വന്തം ക്ലാസ് തന്നെയായിരിക്കും. അതിനുശേഷം സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓർഡർ ബൈ എന്നുള്ളത് നമുക്ക് അഡ്മിഷൻ നമ്പർ ക്രമത്തിൽ കൊടുക്കാം. ഇനി ഗോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ലിസ്റ്റ് താഴേക്ക് വരുന്നതാണ്. ഇനി ഇവരുടെ നേരെ ഏത് ഗ്രേഡാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഏത് ഗ്രേഡാണ് കുട്ടിക്ക് TE മാർക്കിലും CE മാർക്കിലും വന്നിരിക്കുന്നതെന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെയല്ല, ഇതിലൽപ്പം വ്യത്യാസമുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണെങ്കിൽ കുട്ടിയുടെ മാർക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. TE മാർക്കും അതുപോലെ CE മാർക്കും. TE മാർക്ക് 40ൻ്റെ ആണെങ്കിൽ ആ 40ൻ്റെ ഉള്ളിൽ വരുന്ന 40ൽ വരുന്ന മാർക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. CE മാർക്കാണെങ്കിൽ 40ൻ്റെ 10ആണ് CE മാർക്ക്. അപ്പോൾ അത്തരത്തിൽ TE മാർക്കും CE മാർക്കുമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സേവ്ഡ് ആവും. മറ്റൊരു സൗകര്യം കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എക്സൽ ഷീറ്റിൽ കുട്ടികളുടെ മാർക്ക് ഈ ഒരു ക്രമത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ എക്സൽ ഷീറ്റിൽ ഒരു കോളം സെലക്ട് ചെയ്തതിന് ശേഷം അത് കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ പേസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ കുട്ടികളുടെയും മാർക്ക് നേരെ വരുന്നതാണ്. ഇത് ഹൈസ്കൂളിലും അതുപോലെ പ്രൈമറിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ വീഡിയോ ഉണ്ട്. ഇവർക്കും നന്ദി, നമസ്കാരം.